ഓണവിപണി കേരളമെങ്ങും സജീവമാകുമ്പോൾ ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമായ പപ്പടത്തിന്റെ പിന്നിലെ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഉഴുന്നിന്റെയും മറ്റ് അസംസ്കൃത വസ്തുക്കളുടെയും വില ഇരട്ടിയായതോടെ ചാവക്കാട്ടെ പരമ്പരാഗത പപ്പട നിർമ്മാതാക്കൾക്ക് ഈ ഓണക്കാലം പ്രതീക്ഷയുടേതല്ല, മറിച്ച് അതിജീവനത്തിൻ്റെതായി മാറിയിരിക്കുകയാണ്. ചാവക്കാട് നിന്ന് RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പായയിൽ നിരത്തിവെച്ച വെളുത്ത പപ്പടങ്ങൾ, കൈകളുടെ താളത്തിൽ വട്ടം പരത്തുന്ന തൊഴിലാളികൾ, തലമുറകളായി തുടരുന്ന ഒരു കുടിൽ വ്യവസായത്തിന്റെ ജീവനുള്ള കാഴ്ചകളാണിവ. ഓണസദ്യയിൽ ഒരു പപ്പടം പൊട്ടുന്ന ശബ്ദം സന്തോഷത്തിന്റെ അടയാളമാണെങ്കിൽ, ആ പപ്പടം ഉണ്ടാക്കുന്ന കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആശങ്കയുടെ നിശബ്ദതയാണ് നിറയുന്നത്. ചാവക്കാട് മേഖലയിലെ നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി പാരമ്പര്യ രീതിയിൽ കൈകൊണ്ട് പപ്പടം നിർമ്മിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉഴുന്ന് കുതിർത്ത് അരയ്ക്കുന്നത് മുതൽ മാവ് കുഴച്ച് ചെറിയ ഉരുളകളാക്കി കൈകൊണ്ടു പരത്തി ഉണക്കുന്നതുവരെ ഓരോ ഘട്ടവും കഠിനാധ്വാനം നിറഞ്ഞതാണ്. എന്നാൽ ഇത്തവണ ഓണക്കാലം ഇവർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. പപ്പട നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുവായ ഉഴുന്നിന് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയിലേറെ വിലയാണ്. എണ്ണ, കുരുമുളക്, ജീരകം, പാക്കിംഗ് സാമഗ്രികൾ എന്നിവയുടെ വിലയും കുത്തനെ ഉയർന്നു. വിലക്കയറ്റം രൂക്ഷമായിട്ടും പപ്പടത്തിന്റെ വിപണി വില അതേ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. വലിയ കമ്പനികളുടെ യന്ത്രനിർമ്മിത പപ്പടങ്ങളുമായി മത്സരിക്കേണ്ടതിനാൽ വില കൂട്ടിയാൽ ഉപഭോക്താക്കളെ നഷ്ടപ്പെടുമെന്ന ആശങ്കയും നിർമ്മാതാക്കൾക്കുണ്ട്. തനതായ രീതിയിൽ നിർമ്മിക്കുന്ന പപ്പടങ്ങൾക്ക് ഇന്നും വിപണിയിൽ പ്രത്യേക സ്ഥാനമുണ്ട്. യന്ത്രങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന പപ്പടങ്ങളെക്കാൾ കൈകൊണ്ട് പരത്തിയെടുക്കുന്ന പപ്പടത്തിന് രുചിയും മുറുമുറുപ്പും ഗുണമേന്മയും കൂടുതലാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ആവശ്യക്കാരും ഏറെയാണ്. എന്നാൽ ആവശ്യക്കാർ വർദ്ധിച്ചിട്ടും ലാഭം വർദ്ധിക്കുന്നില്ല എന്നതാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ചെലവ് കുതിച്ചുയരുമ്പോൾ വരുമാനം അതേപടി തുടരുന്നത് കുടുംബങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധിയാക്കുകയാണ്. പപ്പടത്തിന് കച്ചവടമൊക്കെ ഉണ്ട്, പക്ഷേ ഉഴുന്നിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കവറിന് ഇപ്പോൾ യുദ്ധം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കവറിനൊക്കെ 1 കിലോന് 100 രൂപയാണ് കൂടിയത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് പപ്പടപ്പണിയൊന്നും ആരും പഠിക്കണമൊന്നുമില്ല. പിന്നെ ജോലിക്കാരെ കിട്ടാനോ ബുദ്ധിമുട്ടാണ്. മറ്റൊരാശങ്ക പുതിയ തലമുറയുടെ പിന്മാറ്റമാണ്. കഠിനാധ്വാനവും കുറഞ്ഞ വരുമാനവും കാരണം യുവാക്കൾ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ താൽപര്യം കാണിക്കുന്നില്ല. അതോടെ തലമുറകളായി നിലനിന്നിരുന്ന ഈ കുടിൽ വ്യവസായത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാവുകയാണ്. ഓണസദ്യയിൽ മലയാളികൾ ആസ്വദിക്കുന്ന ഓരോ പപ്പടത്തിനു പിന്നിലും ഇങ്ങനെ ഒരു പിടി കുടുംബങ്ങളുടെ അധ്വാനവും ജീവിത പോരാട്ടവുമുണ്ട്. ആ പരമ്പരാഗത രുചി നിലനിർത്താൻ ഈ ചെറുകിട നിർമ്മാതാക്കൾക്ക് കൂടുതൽ പിന്തുണയും സംരക്ഷണവും ആവശ്യമാണ്.